സക്സസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഇർഫാൻ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് SSC GD 2025 മിക്സ്ചറും അലിഗേഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. 2025 വന്ന ക്വസ്റ്റ്യൻസാണ്, അത്യാവശ്യം ഫ്രഷ് ആണ്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ലതായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ മെഡിസിൻ ഹാസ് 60% സബ്സ്റ്റൻസ് എസ് ആണ് നമ്മുടെ ആദ്യത്തെ കേസ്. എന്താണ് എസ് ആണ് 60% ഉണ്ട്. അപ്പോൾ എസ് എത്രയാണ്? 60% ഉണ്ട്. പിന്നുള്ളത് ആൻഡ് 40% ടിയും. അപ്പോൾ ടി ആണ് അടുത്ത ആളെന്ന് മനസ്സിലായില്ലേ? S/T നമുക്ക് ചെയ്തൂടെ? എസ് 60%, ടി എത്രയാണ്? 40%. അപ്പോൾ റേഷ്യോ എന്ത് വരും? റേഷ്യോ എന്ന് പറയുമ്പോൾ 3:2. അപ്പോൾ ഈ റേഷ്യോ നമ്മൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഈ റേഷ്യോ എന്തിട്ടാണ്? അവരുടെ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആണ് ഇത്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. 3:2 ആണ് അവരുടെ ക്വാണ്ടിറ്റി. ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് S/T എന്ന് പറഞ്ഞാൽ എന്താണ്? 3:2 ആണ്. ഇനി നമുക്കുള്ള കാര്യം എന്താണ്? ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ വാങ്ങിച്ചത് അല്ലെങ്കിൽ ചിലവ് വരുന്ന പ്രൈസാണ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, കോസ്റ്റ് പ്രൈസ് ഓഫ് എസ് എന്ത് ചെയ്ത്? ഇൻക്രീസ് ചെയ്ത്. എത്ര? 30-ൽ നിന്ന് 40-ലോട്ട് പോയി. 30-ൽ നിന്ന് 40-ലോട്ടാണ് പോയത്. അപ്പോൾ എത്ര രൂപ കൂടി? 10 രൂപ. എത്രയാണ് കോസ്റ്റ് പ്രൈസ്? 30 രൂപ. അപ്പോൾ എന്താണ്? പ്രോഫിറ്റ് അല്ലേ വന്നേക്കണം? 10 രൂപ കൂടിയേക്കണല്ലേ? പ്രോഫിറ്റ് ഈക്വൽ ടു 10/30 എന്ന് പറയുമ്പോൾ 1/3. ഓക്കെ, ഇതെന്താണ്? എസിൻ്റെ കേസ്. പിന്നെ പ്രോഫിറ്റ് ഓർ ലോസ് എന്നിരിക്കട്ടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് എന്താണ്? ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ടീൻ്റെ എന്തായി? ഡിക്രീസ് ആയി. ഡിക്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറഞ്ഞ്. എത്ര ആയിട്ട് കുറഞ്ഞ്? 20-ലേക്ക് കുറഞ്ഞു ഫ്രം 30. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എത്ര കുറഞ്ഞേക്കണം? 30-ൽ നിന്ന് 20-ലേക്കാണ് എത്തിയിരിക്കുന്നത്. 10 രൂപ കുറഞ്ഞ്. അപ്പം പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? -10. എത്ര രൂപയായിരുന്നു ബേസ്? 30 രൂപയല്ലായിരുന്നു. ഇതെന്താകും? -1/3 ആയി. ഓക്കെ, -1/3 ആണെന്ത്? മൈനസ് വരുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ലോസ് ആ വന്നേക്കണം. പ്ലസ് വരുമ്പോൾ പ്രോഫിറ്റും. അപ്പോൾ നമുക്ക് രണ്ട് കേസ് കിട്ടിയില്ലേ? -1/3 + 1/3. രണ്ടിൻ്റെ പ്രൈസിൻ്റെ പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഇക്വേഷൻ. വെയ്റ്റഡ് ദ നെറ്റ് ആവറേജ് പെർസെൻറ്റേജ് ഓർ ലോസ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? N1 x1 + N2 x2 / N1 + N2 ആണ്. ഇതൊന്ന് ജസ്റ്റ് ആവറേജിൻ്റെ ജസ്റ്റ് ഇക്വേഷനാണ്. ആവറേജ് പെർസെൻറ്റേജ് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചാൽ അതിനുള്ള ഇക്വേഷനാണ്. ഓക്കെ, നമുക്കത് അപ്ലൈ ചെയ്യാം. പ്രോഫിറ്റ് ഓർ ലോസ് ഈക്വൽ ടു എന്താണ്? ഫസ്റ്റത്തെ കേസിൽ എന്താണ്? 1/3. 1/3 എന്ന് പറയുമ്പോൾ എസ് അല്ലേ? എസിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്? 3 ഉണ്ട്. S/3. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി 3 ആണ്. ഇൻറ്റു പ്രോഫിറ്റ് എത്രയാണ് വന്നേക്കണം? പ്രോഫിറ്റ് 1/3 ആണ് വന്നേക്കുന്നത്. പ്ലസ് പിന്നെ രണ്ടാമത്തെ ആരാണ്? ടീൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്? 2 ഇൻറ്റു അവൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? -1/3 ഇൻറ്റു -1/3 ഡിവൈഡഡ് ബൈ 3 + 2 ചെയ്യുമ്പോൾ എന്ത് വരും? 1. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും, 1 കിട്ടും. പ്ലസ് -2/3 -2/3/5 എന്ന് കിട്ടുമല്ലോ. ഈക്വൽ ടു എന്ത് വരും? ഈക്വൽ ടു 1 - 2/3 എത്രയാണ്? 1/3 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു എന്ത് വരും? 1/15 വരും. 1/15 എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര പെർസെൻറ്റേജ് ആണ്? 1/15 എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ നോക്കുക. എന്താണിത്? പോസിറ്റീവ് വാല്യൂ അല്ലേ? നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? പോസിറ്റീവാണ്. വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ 6.67% ആണ്. എന്താണ് പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട്? പ്രോഫിറ്റ് ആണ്. ഓക്കെ, പ്രോഫിറ്റ് ആണെങ്കിൽ എന്താ ഉദ്ദേശിക്കണം? ഇൻക്രീസ്. ക്വസ്റ്റ്യൻ മനസ്സിലായ? ഒന്നുമില്ല. ശരിക്കും ഇത് എഴുതുമ്പോൾ വലിച്ചു വരി എഴുതുന്നുള്ളൂ. ശരിക്കും ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ അവരുടെ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ നമ്മൾ ആദ്യം തന്നെ എഴുതാം. ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത്? കോസ്റ്റ് പ്രൈസ് വെച്ചിട്ട് ഇൻക്രീസ് ആയതോ ഡിക്രീസ് ആയതിൻ്റെ പെർസെൻറ്റേജ് അല്ല, അവരുടെ റേഷ്യോ എത്ര കിട്ടി? 10 രൂപ കൂടി 10/30 1/3 കിട്ടി. രണ്ടാമത്തെ ആളുടെ 10 രൂപ കുറഞ്ഞ്. അപ്പോൾ എന്തായി? -10 / 30 -1/3. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത്? ആ ഇക്വേഷനിലോട്ട് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് N1 എന്താണ്? 3. N1 × 1/3 + N2 × 1/3 ഡിവൈഡഡ് ബൈ 3 + 2 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എത്രയാണ്? 1/15 ആണ്. 1/15 എന്ന് പറഞ്ഞാൽ എന്താണ്? 6.67% ആണ്. കിട്ടിയ വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഇൻക്രീസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻക്രീസ്. ഓക്കെ, പക്കയല്ലേ?
അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ റിഫൈനറി പ്രൊഡ്യൂസേഴ്സ് 3 grades ഓഫ് ഗ്യാസോലിൻ. എത്രയുണ്ട്? 3 grades ഉണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എല്ലാം റേഷ്യോയിലായിരിക്കണം, കാരണം ഇത് മിക്സ്ചർ അലിഗേഷനാണ്. 3 grades ഉണ്ട്. എത്രയുണ്ട്? 85%, പിന്നെ 90%, പിന്നെ 95%. പിന്നത്തെ കാര്യം എന്താ പറയുന്നത്? ഇഫ് 200 barrel ഓഫ് റെഗുലർ 100 barrel ഓഫ് മിഡ് 90% ആൻഡ് 100 barrel ഓഫ് പ്രീമിയം. ക്വാണ്ടിറ്റി അല്ലേ നമുക്ക് തന്നേക്കണം. നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. നമുക്ക് 100 തന്ന് 200:100:100. ഇതിൻ്റെ റേഷ്യോ എന്താണ്? 2:1:1. റേഷ്യോയും കിട്ടി, അവരുടെ ക്വാണ്ടിറ്റിയും കിട്ടി. നേരത്തെ ഗ്രേഡാണ് പറയുന്നത്. ഗ്രേഡ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ കേസിൽ ക്വാണ്ടിറ്റി നമുക്ക് എത്ര തന്നേക്കണം? 100 barrels. അതാണ് ക്വാണ്ടിറ്റി ഉള്ളത്. ഓക്കെ, നമ്മൾ എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താ നമുക്ക് വേണ്ടത്? ആവറേജ് ആണ് വേണ്ടത്. ആവറേജിൻ്റെ ഇക്വേഷൻ നെറ്റ് ആവറേജ് ഈക്വൽ ടു ഇവിടുത്തെ കേസിൽ എന്താണ്? N1 x1 പ്ലസ് N2 x2 പ്ലസ് N3 x3 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 പ്ലസ് N3. ഇക്വേഷൻ കിട്ടിയില്ല. ഈ ഇക്വേഷനിലേക്ക് ആ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടുത്തെ കേസിൽ എന്താവും? ഫസ്റ്റത്തെ കണ്ടീഷൻ ഈക്വൽ ടു എന്ത് വരും? ഓക്കെ, ഈക്വൽ ടു 85 × 2 പ്ലസ് 90 × 1 പ്ലസ് 95 × 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 പ്ലസ് 1 ഈക്വൽ ടു എന്ത് വരും? 85 × 2 170, 770 പ്ലസ് 90 260, 260 പ്ലസ് 95 355 ബൈ 2 പ്ലസ് 1 പ്ലസ് 1 4 ഈക്വൽ ടു എന്ത് വരും? 80. 35 എത്ര 4 ഉണ്ട്? 8 പ്രാവശ്യം. ബാക്കി റിമൈൻഡർ 3, അപ്പോൾ 8. പിന്നെ 35 വീണ്ടും 8 അല്ലേ, പിന്നെ 3 അല്ലേ. 3 എത്ര 8 ഉണ്ട്? 3 എത്ര 4 ഉണ്ട്? 7 പ്രാവശ്യം ഉണ്ട്. ബാക്കി റിമൈൻഡർ എത്ര? 28. ബാക്കി 2 എന്ന് പറയുമ്പോൾ 5. 88.75%. ആൻസർ എന്താണ്? ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? രണ്ടും ഏകദേശം സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ, അലിഗേഷൻ നമ്മൾ മെയിൻ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അലിഗേഷൻ പറയുന്നതാണ് നിവേദിത ബൈറ്റ്സ് 6 കിലോ ഓഫ് കോഫി പൗഡർ ഫോർ 2730. എത്ര കിലോ ആണ്? 6 കിലോ 2700 ഇതിനും. പിന്നെ 12 കിലോ എത്ര രൂപക്കാണ്? 1002 രൂപ. 6 കിലോ 2730, 12 കിലോ 1002 രൂപയാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ 6 + 12 എത്രയാണ്? 18 കിലോയുടെ പ്രൈസ് എത്രയായിരിക്കും? ആവറേജ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ് വേണ്ടത്? ക്വാണ്ടിറ്റിയുടെ റേഷ്യോ എന്ത് വരും? 6:12 അല്ലേ? എത്രയാണ്? 1:2. 1 എത്രയാണ്? 2730. 2 എത്രയാണ്? 1002. ഇനി നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെ ചെയ്തൂടെ? നെറ്റ് ആവറേജ് ഈക്വൽ ടു എന്ത് വരും? 2730 × 1 പ്ലസ് 1002 × 2 ഡിവൈഡഡ് ബൈ 1 + 2 എത്ര വരും? 2730 പ്ലസ് 2000 1 + 2 2730 പ്ലസ് 2000 4/3 3700 4734/3 ഈക്വൽ ടു എന്ത് വരും? 45 എത്ര 3 ഉണ്ട്? 45 15 എണ്ണം. ബാക്കി 23 അല്ലേ? 21 7 എണ്ണം. പിന്നെ 24 8 എണ്ണം. ഇതാണ് നമുക്ക് കിട്ടിയ പ്രൈസ്. ഓക്കെ, ഇത് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ എത്രയാണ്? 1578. നോക്കി ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ ബി. അപ്പോൾ ആൻസർ കിട്ടി നമുക്ക്. ഓപ്ഷൻ ബി ആണ് ആൻസർ. പക്കയല്ലേ ഇത്? 3 ക്വസ്റ്റ്യനും ഒരേപോലെ തന്നെ. റേഷ്യോ നമ്മൾ ക്വാണ്ടിറ്റി എന്താക്കി? റേഷ്യോയിലാക്കിയിട്ട് അത് വെച്ചാണ് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 1ൻ്റെ അവിടെ 6 ആയിരിക്കും വരേണ്ടത്. അതിന് പകരം നമുക്ക് എന്തൊന്ന് 1 ഉപയോഗിച്ചാൽ മതി. 1 ഇൻറ്റു വാല്യൂ ചെയ്യാൻ എളുപ്പമല്ലേ? അതുകൊണ്ട് റേഷ്യോയിൽ നമുക്ക് ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഓക്കെ, പക്കയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അപ്പോൾ ഹൗ മെനി കിലോഗ്രാം ഓഫ് ഷുഗർ? 3.8 കിലോഗ്രാം 3.8 rupees per kilogram should be mixed with 60 kilogram. 60 കിലോഗ്രാമിൻ്റെ പ്രൈസ് എത്രയാണ്? 4.6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 രൂപ. മിക്സ്ചർ at 5 per kilogram ആണ്. There may be a gain of 25%. 25% ഗെയിൻ കിട്ടും. 25% ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 125% ആണ് എന്ത്? 5 രൂപ. അങ്ങനെയാണെങ്കിൽ 100% എത്രയാണ്? 100% എന്ന് പറയുമ്പോൾ 4 രൂപ.
ഓക്കെ 5/125 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 4 രൂപ കിട്ടും. ഓക്കെ 4 രൂപ എന്ന് പറയുന്നത് എന്താണ്? രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഉള്ള അവരുടെ ആവറേജ് പ്രൈസാണ്. അങ്ങനെ അവർക്ക് വന്ന കോസ്റ്റാണ്. ഓക്കെ ആ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നടുക്ക് എഴുതണം. പിന്നെ 3.8 അല്ലേ ആ കുറഞ്ഞ ആളുടെ കുറഞ്ഞ ആളുടെ ക്വാണ്ടിറ്റി അറിയോ? ഇല്ല. എക്സ് ഇത് എത്രയാണ്? 4.6 ആളുടെ ക്വാണ്ടിറ്റി അറിയോ? 60. ഏകദേശം ഇത് മനസ്സിലായോ? ഇതെന്താണ് ചെയ്തത്? രണ്ട് പ്രൈസുകളുടെ ആവറേജ് പ്രൈസാണ് നമുക്ക് കിട്ടി 4 രൂപ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരുടെ ഈ രണ്ട് ക്വാണ്ടിറ്റി കൊണ്ട് ചേർന്നിട്ടുള്ള വെയിറ്റ് ആണ് എന്ത്? എക്സ് പ്ലസ് 60 ആണ് എന്ത്? ഇവൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഇത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യണം. 4 - 3.8 ഈ കേസിൽ നമ്മൾ മൈനസും പ്ലസും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ മാഗ്നിറ്റ്യൂഡ് ആ വാല്യൂ മാത്രം നോക്കിയാൽ മതി. ഇത് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.2 കിട്ടും. ഇത് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ 0.6 കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 0.2 ആണ് എന്ത്? 60. 0.2 എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ 0.6 അല്ലേ വേണ്ടത്? എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിനോട് എന്ത് മൾട്ടിപ്പിൾ ചെയ്താവും? 3 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ ഇതിനോടും 3 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം. 60 × 3 = 180 രൂപ. രൂപയല്ല, കിലോഗ്രാം. ഓക്കെ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടി 150 കിലോഗ്രാം ആണ്. ഓപ്ഷൻ ബി ഗായ്സ്. ഈസി അല്ലേ ക്വസ്റ്റ്യൻ? അപ്പോൾ ഇത് പക്കയല്ലേ? ഇതൊന്നും കൂടെ ചെയ്തേക്കാം. ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാം. എന്താ ചെയ്തത്? ഒന്നാമത്തെ കാര്യം രണ്ട് പ്രൈസിൻ്റെ ആവറേജ് പ്രൈസാണ് നമുക്ക് കിട്ടിയത് 4. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? അവരുടെ ഗെയിനിൽ വന്ന പ്രൈസാണ് 5 രൂപ. നമ്മൾ ഗെയിനിൽ വന്ന പ്രൈസ് അല്ല എഴുതേണ്ടത്. അതിന് പകരം എന്ത് ചെയ്യണം? അവരുടെ പ്രൈസ് നമുക്ക് കോസ്റ്റ് പ്രൈസ് ആക്കണം. ആ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ലാഭമൊന്നുമില്ലാത്ത പ്രൈസ് ആക്കണം. എന്ത് ചെയ്യണം? 100%. 100% ചെയ്തിട്ടേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 100% ആണ്. ഓക്കെ അത് മറക്കണ്ട. പക്കയല്ലേ? നമുക്കന്ന് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഓ ഇത് വളരെ ഈസിയാണല്ലോ കണ്ടിട്ട്. Okay, find the ratio in which rice at 8.3 per kilogram be mixed with the rice at 5.3. 5.3 per kilogram to produce a mixture of worth 6.3 kilo. അപ്പോൾ കിട്ടുന്ന മിക്സ്ചറിൻ്റെ വെയിറ്റ് എത്രയാണ്? റുപ്പീസ് എത്രയാണ്? 6.3. അവൻ നടുക്കും കൂടിയവനെ കുറഞ്ഞവനെ എങ്ങനെ വേണമെങ്കിലും എഴുതി. കൂടിയവനെ നമുക്ക് എന്ത് ചെയ്താൽ 5, കുറഞ്ഞവൻ ഇവിടെ എഴുതി. കൂടിയവൻ എത്രയാണ്? 8.3 ആണ്. ഇത് രണ്ടും കൂടെ തമ്മിൽ കുറച്ചാൽ 2 കിട്ടി. ഇത് തമ്മിൽ കുറച്ചാലോ? ഇതും 2 കിട്ടി. ഓ ഇത് സോറി ഗായ്സ്, 2 അല്ല, ഇത് 1 ആണ്. അപ്പോൾ കിട്ടിയ റേഷ്യോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? x/y ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 2 ആണ്, y എന്ന് പറഞ്ഞാൽ 1 ആണ്. ദാറ്റ് ഇംപ്ലൈസ് റേഷ്യോ എന്താണ്? 2:1 ആണ് ആൻസർ. 2:1 ഓപ്ഷൻ ഏതാണ്? എനിക്ക് കാണുന്നില്ല. ഇതാണ് ആൻസർ. അപ്പോൾ പക്കയല്ലേ ഗായ്സ്? പക്കയല്ലേ? അപ്പോൾ അടുത്ത ദിവസം പോയാലോ? എന്താ ചെയ്തത്? ജസ്റ്റ് ഒന്ന് നടുക്കുള്ളതിൻ്റെ പ്രൈസ്, നടുക്കുള്ള ആവറേജ് പ്രൈസ് നടുക്കും, ആ രണ്ട് കൂടിയ പ്രൈസ് മുകളിലും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ അവരുടെ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ കിട്ടും. ആ ഡിഫറൻസ് എന്താണ്? റേഷ്യോയിലായിരിക്കും ക്വാണ്ടിറ്റിനോട്. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ പക്കയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ വാട്ട് റേഷ്യോ മസ്റ്റ് എ ഗ്രോസർ മിക്സ് 2 വെറൈറ്റി ഓഫ് റൈസ് കോസ്റ്റിംഗ്? ഒന്നിൻ്റെ വില എത്രയാണ്? 165. രണ്ടാമത്തെ വില 255. നമ്മൾ എപ്പോഴും ചെയ്തത് എങ്ങനെയാണ്? 165 285. To get a mixture of rice was 195. 195 ആണ് കിട്ടേണ്ടതിൻ്റെ. ഇത് റൈസ് എ, റൈസ് ബി. ഓക്കെ തമ്മിൽ കുറച്ചാൽ എന്ത് കിട്ടും? രണ്ടും കൂടെ കുറച്ചാൽ 30. ഇത് രണ്ടും കൂടെ കുറച്ചാൽ 90. കട്ട് ചെയ്തൂടെ? ഇത് റേഷ്യോയിലാക്കുമ്പോൾ എന്ത് വരും? 90:30 എന്ന് പറയുമ്പോൾ 3:1. റേഷ്യോ കിട്ടിയാൽ നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാമല്ലോ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. പക്കയല്ലേ ഗായ്സ്? അപ്പോൾ ഇതാണ് നമുക്ക് GDയിൽ വന്ന വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വന്നത്. മൊത്തം മെത്തേഡെല്ലാം ഓർമ്മിക്കണം. അലിഗേഷൻ വന്ന് ആവറേജ് വെച്ച് അലിഗേഷൻ പോലത്തെ ആവറേജ് ആണ്. പക്ഷേ ആവറേജ് ചെയ്യണതാണ് ആ ക്വസ്റ്റ്യൻ എളുപ്പം. അപ്പോൾ ഏകദേശം എല്ലാ ക്വസ്റ്റ്യനും ഓക്കെ അല്ലേ? പക്കയല്ലേ? അപ്പോൾ ഗായ്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യുക. അത്യാവശ്യം നല്ല ടോപ്പിക്ക് തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിന് മാത്രമല്ല വരുന്നത്. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് അലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്സ്ചറും അലിഗേഷനും മാത്രമല്ല, അതെന്തിലേക്ക് വരുന്നുണ്ട്? TSD വരുന്നുണ്ട്, ആവറേജിൽ വരുന്നുണ്ട്, പിന്നെ SI ആൻഡ് CIയിൽ വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കേസ് എക്സാമ്പിളായിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അവിടെയും യൂസ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ ഇത് പക്കയാക്കിയാൽ അവിടെ നമുക്ക് ആ മെത്തേഡ് യൂസ് ചെയ്യാനുള്ള ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഇത് പക്കയല്ലേ? പക്കയാണെന്ന് വിചാരിക്കുന്നു ഗായ്സ്. അപ്പോൾ ശരി ഗായ്സ്, ബൈ. നന്നായിട്ട് പഠിക്കുക. CGL നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എക്സാം വരാൻ ഇനി നിസ്സാര ദിവസം കൂടിയുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ടൈം കളയാനില്ല. എല്ലാവരും അത്യാവശ്യം സീരിയസ് ആയിട്ട് തന്നെ ഇത് പഠിക്കാൻ നോക്കുക. അപ്പോൾ ബൈ ഗായ്സ്, ബൈ.